സിനിമ അടിപൊളിയാണ്. ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര സന്തോഷത്തിലാണ് ഈ സിനിമയിലെ ഒരു ഭാഗമാവാൻ സാധിച്ചത്. ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് കരുതുന്നു. അതിന് ഡയറക്ടറിനോടും പ്രൊഡ്യൂസേഴ്സിനോടും നമ്മുടെ ക്രൂവിനോടും എല്ലാവരോടും ഇപ്പോഴും വീണ്ടും ഞാൻ താങ്ക്സ് പറയുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ ഒരു കാലഘട്ടത്തിൽ ശരിക്കും കേരള മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു ഭരണകൂടത്തിൽ തന്നെ അട്ടിമറിച്ച ഒരു സംഭവമാണ്. അതെ അതെ അതെ. ഇതിലേക്ക് ഈ കഥ ഈ ഒരു ആവിഷ്കാര രീതിയിലാക്കി ശരിക്കും എനിക്കും ഇതിന്റെ ഫുൾ അറിയില്ലായിരുന്നു. ഷൂട്ട് തുടങ്ങിയപ്പോൾ ഞാനും ഇതുപോലെ സെർച്ച് ചെയ്ത് ഇതിന്റെ ഫുൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. അപ്പോൾ ആ ഒരു റിയൽ സംഭവം നമ്മുടെ സ്ക്രീനിൽ നമ്മൾ കാണുമ്പോഴത്തേക്ക് ശരിക്കും എന്താ പറയാ, നമ്മൾ അത്രയും ഇമോഷണലായിട്ട് ആയിപ്പോയി. കാരണം നമ്മൾ ആ ഒരു നടന്ന സമയം നമ്മളിപ്പോ തങ്കമണിയിലുള്ളവരല്ല അല്ലെ, നമ്മളാരും ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. പക്ഷെ ഞാൻ ആ ഒരു എന്താ പറയാ കാര്യങ്ങളെല്ലാം എടുത്തു വെച്ച് കറക്റ്റ് കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് അത് തന്നെയാണോ കാണിക്കുന്നത് എന്നാണ് ഞാൻ ശരിക്കും വായിച്ചത്. പക്ഷെ അത് തന്നെയാണ് ശരിക്കും കാണിച്ചത്. ഭയങ്കരമായിട്ട് നമ്മളെല്ലാവരും തിയേറ്ററിൽ കരയിപ്പിച്ചു. ഓക്കെ, താങ്ക് യു. ഇനി അയ്യോ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്നാമത് ഫൈറ്റ് അതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു ലൊക്കേഷൻ ആയിരുന്നു. പിന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്തു. പിന്നെ ഇത്രയും വലിയൊരു ആക്ടറിൻ്റെ കൂടെ ക്രൂവിൻ്റെ ഒക്കെ എന്താ പറയുക ഒരു ഒന്നിച്ച് അഭിനയിക്കാനൊക്കെ പറ്റിയ ഒരുപാട് സന്തോഷം. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു തങ്കമണി. സോ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുന്നു. തീർച്ചയായിട്ടും രതീഷ് സാറായിരുന്നു ഡയറക്ട് ചെയ്തേക്കുന്നത്. മനോജ് ചേട്ടനാണ് DOP. അതെ അതെ അതെ. എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് പറയുന്നത്. സോ ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. അതെ 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 അതെ, തീർച്ചയായിട്ടും അതെ അതെ. അതെ, നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. ഒരുപാട് ഇപ്പൊ എല്ലാവർക്കും അറിയണമെന്നില്ല ആ ഒരു സംഭവം. പക്ഷെ നമ്മൾ ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും എന്തായിരുന്നു തങ്കമണിയിൽ നടന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ഈ ഒരു സിനിമയിലൂടെ അത്യാവശ്യം തുറന്ന് കാണിക്കാൻ സാധിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾ പറഞ്ഞു, ഞാൻ ഫുൾ പറഞ്ഞു. എന്നെ അടുത്ത ആൾക്കാർ കയറാനുള്ളത്. അപ്പൊ ഓക്കെ, നല്ല മൂവിയല്ലേ? നമ്മളെല്ലാരും അല്ലേ കണ്ടേ? കണ്ടില്ലേ? അതന്നെ നല്ലൊരു മൂവിയാണ്. ഒരു നാടിന്റെ കഥ പറയുന്ന മൂവിയാണ്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ അതിനെ മനസ്സിൽ കണ്ട് കാണുവാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രേക്ഷകരെ കണ്ടു വന്നപ്പോ കരയുന്നുണ്ടായിരുന്നു. അയ്യോ, ഞാൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞായിരുന്നു, പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു, പ്രേക്ഷകരോടൊപ്പം ഇരുന്നാലും ഞാനല്ലേ കണ്ടെന്ന്. അതായത് പ്രേക്ഷകരും നമ്മളും എല്ലാം ഈക്വലാണ്. ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ ഒരു അഭിനേതാവ്, അത് കഴിഞ്ഞ് കാണുമ്പോൾ എൻ്റെ വിഷ്വലും നമ്മളെല്ലാം ഒരു ഞാനിപ്പോഴാണ് നിങ്ങളുടെ ഒപ്പം നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്നാണ്ട് ഞാനും ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഒരു നാടിൻ്റെ കഥ പറയുന്നത്. അപ്പം നിങ്ങളുടെ പ്രേക്ഷകരെ നമ്മളെ അങ്ങനെയൊന്നും ഇല്ല, എല്ലാവരും ഈക്വൽ. ഞാൻ എൻ്റെ കണ്ണിൽ എൻ്റെ മനസ്സിലും തോന്നുമല്ലോ നിങ്ങൾ എങ്ങനെയുണ്ട്? എന്നിട്ട് കാണാതെ വന്ന് ചോദ്യം ചോദിക്കുന്ന അടുത്ത മൈക്ക് രണ്ടാമത്തെ ഇങ്ങനെ പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നും ചോദിക്കാനില്ല. ദിലീപേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി, അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. രണ്ടാമത്തെ മൂവിയാണ് വോയിസ് ഓഫ് സെറ്റ് എന്നത് തങ്കമണി. ഇങ്ങനെ നമ്മൾ ദിലീപേട്ടൻ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ട് ചിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള നമുക്ക് അഭിനയിക്കാൻ പറ്റിയെന്ന് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ഇനി എന്താണ് ചോദിക്കടോ, അല്ലാതെ ഞാൻ എന്താ പറയാ. 86 നടന്ന കഥ നടന്നിട്ടുണ്ടെന്ന് സത്യം പറഞ്ഞ ഈ തങ്കമണി എന്ന് പറയുന്ന മൂവി വരുമ്പോഴാണ് നമ്മൾ പോലും അറിയുന്നത്. നിങ്ങളൊക്കെ അപ്പോഴല്ലേ അറിയുന്നേ? അപ്പം നമ്മളൊക്കെ എന്ത് സുരക്ഷിതമായിട്ടാണ് ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള ചില നീക്കങ്ങൾ നടന്നു. അതേപോലെ ഒരു ഭരണകൂടത്തിൽ തന്നെ അട്ടിമറിച്ച ഒരു സംഭവമാണ് ഈ കേരള ജനതയുടെ മനസാക്ഷി ഒരു സംഭവമാണ്. ഇത്രയും ഇതായിട്ടൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. സത്യമായിട്ട് ഞാൻ പറയാം, ഞാൻ ഈ സിനിമ നമ്മളെല്ലാവരും കാണുമ്പോൾ ഇത്രയും പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് ഓർക്കുന്നത്. അപ്പം എനിക്ക് ആ നാടിനോട് ഒരു വിഷമം, ഒരു ഇഷ്ടം തോന്നുന്നു. അതിനപ്പുറം ഒന്നും എനിക്ക് പറയാൻ അറിയില്ല. ഇപ്പൊ ഈ ചോദിച്ചതൊക്കെ അത് 86 നടന്ന യഥാർത്ഥ സംഭവമാണ് ശരിക്കും നമ്മൾ ഈ സിനിമയിൽ കൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഞാനൊരു ഭാഗമായത് ഞാൻ അഭിമാനിക്കുന്നു. അപ്പോൾ നമ്മളെ ജനപ്രിയ നായകന് നല്ലൊരു തിരിച്ചുവരവാണ്. അത് സംശയമില്ല. ഇമോഷൻ സീൻസ് ഒക്കെ ദിലീപേട്ടൻ പൊളിയാക്കിയില്ലേ, അത് പൊളിച്ചെടുക്കാം. തങ്കമണി കാണുക, എല്ലാവരും വിലയിരുത്തുക. സീനൊക്കെ
ഞാൻ ഓൾറെഡി 2 സിനിമയിൽ വരുമ്പോൾ അഭിനയിച്ചതാണ്. അപ്പം അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഭാഗമാവാൻ കഴിഞ്ഞുള്ള എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഈ ഒരു അടിപൊളി സിനിമയുടെ ഈ ഒരു സൂപ്പർ മൂവിയുടെ ഭാഗമാവാൻ കഴിഞ്ഞത് ഞാൻ ഏറെ സന്തോഷിക്കുന്നു. അത് ഗംഭീര പ്രകടനം, അടിപൊളി പടം, എല്ലാവരും കാണണം.